ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾ സ്റ്റോപ്പ് ആണ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ എവിടെയൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടണമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഇനി നമുക്ക് നോക്കാം ഫുൾ സ്റ്റോപ്പ് അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഫുൾ സ്റ്റോപ്പ് ആർ പ്ലേസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ സെൻറ്റൻസ് ആൻഡ് given us time to gather our breath or our thoughts before moving on to the നെക്സ്റ്റ് സെൻറ്റൻസ്. അതായത് ഫുൾ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. ഇനി നമുക്കൊന്ന് ബ്രീത്ത് ചെയ്യാനും അടുത്ത സെൻറ്റൻസ് നോട്ട് പോകുന്നതിന് മുന്നേ നമുക്കൊരു റെസ്റ്റ് എടുക്കാനോ ഒന്ന് എന്നതുപോലെയാണ് നമുക്ക് ഫുൾ സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ നമുക്കത് ഇഗ്നോർ ദ പോസ് ആൻഡ് സെൻറ്റൻസ് റാൻ ടുഗെദർ. നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് എന്തുവാ? പോസ് ചെയ്യുക, കോമ ഒക്കെ ഇരുന്നത് പോസ് പോലെയാണ്. അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുക, അതൊന്നും നമ്മൾ ഇതിൽ കൂട്ടത്തില്ല. മീനിങ് ബിക്കംസ് കൺഫ്യൂസ്ഡ്. അപ്പം അങ്ങനെയൊക്കെ ഇട്ടാൽ മീനിങ് കൺഫ്യൂസ്ഡ് ആവും. ഇപ്പം നമ്മൾ ചെയ്തിട്ടില്ലേ, ഷീ കെയിം ലേറ്റ്, എന്നിട്ട് നമ്മൾ കോമ ഇടും, എന്നിട്ട് വൈ ബിക്കോസ് റീസൺ പറയുമ്പോഴാണ് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം അത് പറഞ്ഞില്ലെങ്കിൽ എന്താ, അത് കൺഫ്യൂസ്ഡ് ആവും, എന്താ പറയുന്നത് മനസ്സിലാവത്തില്ല. എക്സാമ്പിൾ, ജോൺ സെഡ് നത്തിങ്, എന്നാൽ ജോൺ ഒന്നും പറഞ്ഞില്ല എന്നുള്ള രീതിയിലാണ്. ദ സ്കൂൾ ഈസ് ക്ലോസ്ഡ് ബിക്കോസ് ഓഫ് ദ സ്നോ, സ്നോ കാരണമാണ് സ്കൂൾ അടച്ചിട്ടേ എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ യു ക്യാൻ യൂഷ്വലി ടെൽ വെയർ എ ഫുൾ സ്റ്റോപ്പ് ഗോസ് ബൈ റീഡിങ് യുവർ വർക്ക് അലൗഡ്. നമ്മൾ എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഫുൾ സ്റ്റോപ്പ് പ്ലേസ് ചെയ്യുന്നത്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ എഴുതുമ്പോഴോ വായിക്കുമ്പോഴോ ഇവിടെ ഫുൾ സ്റ്റോപ്പ് വരുമെന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും. ഫുൾ സ്റ്റോപ്പ് ആർ ആൾസോ യൂസ്ഡ് ഇൻ സം ഒബ്സർവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം. എക്സാമ്പിളിൽ നമ്മൾ ഇ ഡോട്ട് ജി ഡോട്ടാണ് എക്സാമ്പിൾ. പിന്നെ എ എമ്മിൽ നമ്മൾ യൂസ് ചെയ്യും എ ഡോട്ട് എം, പി എമ്മിൽ പി എം, പിന്നെ എക്സെട്രാൽ ഇ ടി സി കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടും. ഇത്രയൊക്കെയാണ് നമ്മൾ കോമൺലി ഇതുപോലത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യും. പിന്നെ ദേ ആർ നോട്ട് യൂസ്ഡ്, യൂസ് ചെയ്യാത്തത് കോമ. വെൻ വി എൻഡ് എ സെൻറ്റൻസ് വിത്ത് അനദർ പഞ്ച്വേഷൻ മാർക്ക്, നമ്മളൊരു സെൻറ്റൻസ് വേറെ എന്തെങ്കിലും പഞ്ച്വേഷൻ മാർക്ക് കോമായോ സെമിക്കോളനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും, എക്സാമ്പിൾ എ ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് ഓർ എൻ എക്സ്ക്ലമേറ്ററി മാർക്ക്, അണ്ടർസ്റ്റാൻഡ് ഓഫ് കോഴ്സ് യു ഡു. നമുക്കിപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി മാർക്ക് ഇടുമ്പോൾ നമ്മൾ എന്തോ അതിലൊരു ഫുൾ സ്റ്റോപ്പ് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ മാർക്കിന് എന്താ, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോൾ തന്നെ അതിലൊരു ഫുൾ സ്റ്റോപ്പ് വരുന്നുണ്ട്. ഓക്കെ, ദ ഫുൾ സ്റ്റോപ്പ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് മാർക്ക് ഓഫ് പഞ്ച്വേഷൻ. ഫുൾ സ്റ്റോപ്പ് എന്താ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മാർക്കാണ്. അതിവിടെ സെൻറ്റൻസ് ഇവിടെ അവസാനിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഫുൾ സ്റ്റോപ്പ് വരുന്നത്. ഇറ്റ് ടെൽസ് അസ് വി നീഡ് എ ഡെഫിനൈറ്റ് പോസ്. നമുക്കത് പറഞ്ഞു തരികയാണ്, നമുക്ക് ഇതുപോലെ എന്തുവാ ഈ പോസ് വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞു തരാം. അറ്റ് ദി എൻഡ് ഓഫ് എ സെൻറ്റൻസ്, ഗിവിങ് അസ് ടൈം ടു ഗ്യാദർ അവർ ബ്രീത്ത് ഓർ അവർ തോട്ട്സ് ബിഫോർ മൂവിങ് ഓൺ ടു നെക്സ്റ്റ്. നമ്മൾ അടുത്ത സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ നമുക്ക് ബ്രീത്ത്, ഒരു ഗ്യാദർ, സമയം തരാം. അടുത്ത സെൻറ്റൻസ് എന്തുവാന്നുള്ള ഒരു സമയമാണ് ഈ ഫുൾ സ്റ്റോപ്പ്. ഇഗ്നോർ ദി പോസ് ആൻഡ് സെൻറ്റൻസ് റൺ ടുഗെദർ, മീനിങ് ബിക്കംസ് കൺഫ്യൂസ്ഡ്. ഇപ്പം നമ്മൾ സെൻറ്റൻസ് പോസ് ചെയ്യാം അല്ലെങ്കിൽ റൺ ടുഗെദർ ഒന്നിച്ചിടുക, ഫുൾ സ്റ്റോപ്പ് ഇടാതെ ഒന്നിച്ചിട്ടായിരുന്നു നമുക്കത് കൺഫ്യൂഷനാണ്, മീനിങ്ങേ മനസ്സിലാവത്തില്ല. ഫുൾ സ്റ്റോപ്പ് ആർ ആൾസോ യൂസ്ഡ് ഇൻ സം ഒബ്സർവേഷൻ. സം ഒബ്സർവേഷനും നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാന്ന് നോക്കാം. യൂസ് എ ഫുൾ സ്റ്റോപ്പ് അറ്റ് ദി എൻഡ് ഓഫ് എ, നമ്മൾ എൻഡ് ഓഫ് ദ സെൻറ്റൻസിലാണ് അത് യൂസ് ചെയ്യുന്നത്. നോക്കാം. ദി മാൻ അറൈവ്ഡ്, ഈ സാറ്റ് ഡൗൺ. ദി മാൻ അറൈവ്ഡ് എന്നും പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഈ സാറ്റ് ഡൗൺ ഇരുന്നുള്ള രീതിയിലാണ് ഫുൾ സ്റ്റോപ്പ് വരുന്നത്. സെക്കൻഡ്, യൂസ് ഫുൾ സ്റ്റോപ്പ് വിത്ത് ഒബ്സർവേഷൻ. നമ്മൾ ഒബ്സർവേഷൻ രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യും? ഇൻ എ ഒബ്സർവേഷൻ ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദി വേർഡ് ആൻഡ് ഓഫ് ദി ഒബ്സർവേഷൻ ആർ നോട്ട് ദ സെയിം. ലാസ്റ്റ് ലെറ്റർ ഓഫ് ദി വേർഡോ അല്ലെങ്കിൽ ഒബ്സർവേഷനോ അതൊരിക്കലും സെയിം ആയിട്ട് വരത്തില്ല. ഇപ്പം നോക്കാം എങ്ങനെ വരുന്നത് വെച്ചാൽ, എക്സാമ്പിൾ കമ്പനി, സിഒ ഇട്ടിട്ട് ഡോട്ട് ഇടും, അത് കമ്പനിയാണ്. എക്സെട്ര എന്നാൽ ഇ ടി, എക്സെട്ര ഫുള്ളായിട്ട് നമ്മൾ ഇ ടി സി ഇടുന്നു, എക്സെട്ര ഡോട്ടിന് എം ഡോട്ട് ടി, മെമ്പർ ഓഫ് പാർലമെന്റ്. ഇതുപോലത്തെ ഒക്കെ രീതിയിൽ എന്തുവാ, ഇതൊരിക്കലും നമുക്ക് ഒബ്സർവേഷൻ അല്ല, ഇത് അവസാനിക്കുന്നുമില്ല. ഓക്കെ, മൂന്നാമത്തെ, ഡു നോട്ട് യൂസ് ഫുൾ സ്റ്റോപ്പ് വിത്ത് കോൺസെൻട്രേഷൻസ്. നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ്, നമ്മൾ കൺട്രാക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യുന്നത്. ഇൻ എ കൺട്രാക്ഷൻ ദ ലാസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ആൻഡ് ഓഫ് ദി കൺട്രാക്ഷൻ ആർ ദ സെയിം. ലാസ്റ്റ് ലെറ്റർ ഓഫ് ദി വേർഡും കൺട്രാക്ഷനും അത് സെയിം ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ലിമിറ്റഡ്, ഇപ്പം നമ്മൾ ലാസ്റ്റ് ലെറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് എൽ ടി ഡി ലാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഡി ആർ, ഡോക്ടറിൻ്റെ ഇതും നമ്മളിപ്പം ലാസ്റ്റ് ആയിട്ട് ഡി ആർ എന്ന് പറഞ്ഞ് നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ സെയിൻറ്റ്, എസ് ടി, അത് ലാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫുൾ സ്റ്റോപ്പ് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യും, എങ്ങനെയൊക്കെ യൂസ് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫോളോ ചെയ്യുക. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ അപ്പോൾ പറയുന്നതായിരിക്കും. വിളിക്കുമ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ എനിക്ക് അടുത്തൊരു ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.